AK ശശീന്ദ്രന്റെ മന്ത്രിസ്ഥാനം തെറിക്കുമോ എന്നതാണ് ഈ വാർത്താ സായാഹ്നത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം. അല്പസമയം മുമ്പ് തോമസ് കെ തോമസിനെ നമ്മൾ കണ്ടു. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം PC ചാക്കോയുമായി അദ്ദേഹം മടങ്ങുന്ന കാഴ്ചയും കണ്ടു. തിരക്കിട്ട ചർച്ചകളാണ് നടന്നത്. തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനത്തിനായി വീണ്ടും ചരട് വലിക്കുകയാണ് NCP സംസ്ഥാന നേതൃത്വം PC ചാക്കോയുടെ നേതൃത്വത്തിൽ. ദേശീയ അധ്യക്ഷൻ ശരത് പവാർ, CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് എന്നിവരുമായി തോമസ് കെ തോമസ് MLA നിർണായക കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസ്ഥാനം സംബന്ധിച്ച ധാരണ പാലിക്കാത്തതിലുള്ള കടുത്ത അതൃപ്തി തോമസ് കെ തോമസ് നേതാക്കളെ അറിയിച്ചു. ജയൻ AK ശശീന്ദ്രന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യം തോമസ് കെ തോമസിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. തത്സമയം തോമസ് കെ തോമസ് നമുക്കൊപ്പം ചേരുന്നു. അപ്പോൾ അത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ ചോദിച്ച ചോദ്യം മാറ്റി ഞാൻ പറഞ്ഞത് മാത്രം AK ശശീന്ദ്രന് സുഖമില്ല എന്ന് അന്വേഷിക്കേണ്ട ചുമതല നമുക്കുള്ളതല്ല. മനസ്സിലായോ? അത് അദ്ദേഹത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് മാത്രം അങ്ങനെ കാണിക്കരുതൊരിക്കലും. സത്യസന്ധമായ രീതിയിൽ കാണിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. ഞാൻ ഇവിടെ ഡൽഹി വന്നത് പവാർജിയെ കാണാനാണ്. എൻ്റെ മാനസികമായിട്ടുള്ള സകല വിഷയങ്ങളും അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്തു, അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തു. ഏകദേശം 3/4 മണിക്കൂറോളം ഞാൻ സംസാരിച്ചു. എൻ്റെ വിഷയങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ മന്ത്രിമാറ്റമൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്ന വിഷയമാണ്. അത് 2021 തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കണമെന്ന് പവാർജിയുടെ തീരുമാനമാണ്, തോമസ് കെ തോമസിൻ്റെതല്ല. മനസ്സിലായി? അപ്പോൾ ഇതിപ്പം ഞാൻ മന്ത്രിയാകാൻ ഓടി നടക്കുന്ന പോലാണ് എല്ലാവരും ഹൈലൈറ്റ് ചെയ്യുന്നത്. തെറ്റായിട്ടുള്ള ന്യൂസാണ്. അങ്ങനെ അല്ല, അത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് പാർട്ടി നടപ്പിലാക്കും. അങ്ങ് കാര്യങ്ങൾ ശരത് പവാർജി ധരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു? അനുകൂലമായ മറുപടിയാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും, കാരണം അത് തോമസിൻ്റെ തീരുമാനമാണ്. ആ നടപ്പിലാക്കേണ്ട ചുമതല എനിക്കുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ നേതൃത്വവുമായി സംസാരിക്കാൻ തയ്യാറാകുന്നത്. അല്ലേ? അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നേരത്തെ എടുത്ത തീരുമാനമാണ് അത് നടപ്പിലാക്കാൻ ആണല്ലോ. അദ്ദേഹം പറഞ്ഞിട്ടല്ലോ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹം എടുത്ത തീരുമാനമാണ്. മാറ്റം ഉടൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. തോമസ് കെ തോമസ് അല്ല അത് ചെയ്യേണ്ടത്. ഇപ്പോൾ പവാർ തീരുമാനം എടുത്താലും മുഖ്യമന്ത്രി അതിന് വഴങ്ങുന്നു താങ്കൾക്ക്? അല്ല, അത് വേറെ ഒരു ലെവലിലേക്ക് പോവില്ലേ. ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ നേതാവിനോട് പറഞ്ഞു, അദ്ദേഹം ഇത് പരിഹരിക്കട്ടെ. ഇന്നത്തെ ചർച്ചകളിൽ AK ശശീന്ദ്രൻ കൂടെ പങ്കാളിയാവേണ്ടതായിരുന്നു. എനിക്കറിയില്ല. ശശീന്ദ്രൻ പങ്കാളിയാവണമെങ്കിൽ തീർച്ചയായിട്ടും പവാർ ശശീന്ദ്രനെ വിളിക്കുമല്ലോ. എൻ്റെ ആവശ്യമില്ല. പേഴ്സണലല്ല. എൻ്റെ ചർച്ചയിൽ PC ചാക്കോ പോലും ഇല്ലായിരുന്നല്ലോ, ഒരു വ്യക്തിയും ഇല്ലായിരുന്നു, സുപ്രിയ ഇല്ലായിരുന്നു. അങ്ങനെ ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ ഇവരെല്ലാവരും ഏതാണ്ട് അതേ സമയത്ത് തന്നെ അവിടെ വന്നു പോകുന്നത് കൊണ്ടാണ് ഞങ്ങളത് ആവർത്തിച്ച് ചോദിക്കുന്നത്. അല്ല, ആർക്ക് വേണേലും വരാമല്ലോ. പവാർജിയെ കാണാൻ ആരാ വരാത്ത? ഞാനിന്നവിടെ 2 കേന്ദ്രമന്ത്രിമാരുണ്ട് കാണാൻ, അദ്ദേഹത്തെ കാണാൻ. ഇതിൽ ആരാ ഇല്ലാത്തത്? ഒത്തിരി പേരുണ്ട്. ഇന്നത്തെ ചർച്ചകളിൽ ശശീന്ദ്രനെ വിളിപ്പിച്ചിട്ടില്ല, ഇന്നും നാളത്തെ. ഇല്ലേ, അതെനിക്കറിയില്ല. ഞാൻ കാണാൻ വന്നത് പവാർജിയാണ്. അദ്ദേഹത്തെ കണ്ടു, കാര്യങ്ങൾ ധരിപ്പിച്ചു. വളരെ സമാധാനപരമായ രീതിയിൽ തിരിച്ചു പോകുന്നു. നാളെ അദ്ദേഹത്തെ ഒന്നുകൂടെ ഞാൻ കാണുന്നുണ്ട്. കണ്ടതിന് ശേഷം ഞാൻ തിരിച്ചു പോകും. ഓക്കെ, താങ്ക് യു. തോമസ് കെ തോമസ് വീണ്ടും നാളെ ഒരിക്കൽ കൂടി ശരത് പവാറിനെ കാണും എന്നുള്ളതാണ്. എന്തായാലും മന്ത്രിക്കുപ്പായത്തെ കയറിയിട്ടേ അടങ്ങൂ എന്നതിലാണ് തോമസ് കെ തോമസ്. അതേസമയം AK ശശീന്ദ്രൻ ആ കുപ്പായം ഒഴിച്ചു വയ്ക്കാൻ തയ്യാറാകുന്നതുമില്ല. PC ചാക്കോയും ശരത് പവാറും ഈ കുപ്പായം അഴിപ്പിക്കുമോ, അതല്ല CPM നേതൃത്വത്തിന് ഇടപെടലിൽ കുപ്പായം അവിടെ തന്നെ കിടക്കുമോ എന്നതാണ് ചോദ്യം. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, മന്ത്രിക്കുപ്പായത്തിൽ നിന്ന് AK ശശീന്ദ്രൻ ഇറങ്ങുമോ? ആ തയ്പ്പിച്ചു വെച്ച മന്ത്രിക്കുപ്പായം തോമസ് കെ തോമസ് ഇടുമോ? തോമസ് കെ തോമസിന്റെ പ്രതികരണത്തിൽ എന്താണ് നമുക്ക് തോന്നിയത്? നോബൽ മാരിക്കാരൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അരുൺ. തോമസ് കെ തോമസ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ശരത് പവാറിനെ ധരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം കടുത്ത അതൃപ്തി സംസ്ഥാനത്തെ NCPയിലെ നിലവിലത്തെ സാഹചര്യങ്ങളിൽ വ്യക്തമാക്കി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് 2.5 വർഷം കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം തനിക്ക് നൽകാമെന്നത് ഒരു ധാരണയായിരുന്നു. ആ ധാരണ AK ശശീന്ദ്രൻ പാലിക്കാത്തതിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കാത്തതിൽ കടുത്ത അതൃപ്തിയുണ്ട്. ആ അതൃപ്തി കൃത്യമായി തന്നെ ശരത് പവാറിനെ അല്പം മുമ്പ് ഈ ശരത് പവാറിൻ്റെ 6 ജനപത്തിലുള്ള വീട്ടിൽ ചേർന്ന യോഗത്തിൽ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം സൗമ്യമായി അത്തരത്തിൽ നിലപാടുകൾ പറഞ്ഞെങ്കിലും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് തോമസ് കെ തോമസ് പുറത്തേക്ക് പോയിരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിനൊപ്പം NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും ഈ ചർച്ചയിലുണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയിലേക്ക് ശരത് പവാർ പ്രകാശ് കാരാട്ടിനെ കൂടി വിളിച്ചു വരുത്തി എന്നതാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ CPMന് AK ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം തുടരണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് അത്തരത്തിൽ ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരക്കിട്ട് ഇത്തരത്തിൽ ശശീന്ദ്രനെ മാറ്റണം എന്നൊരു താല്പര്യം CPMന്. ഒരുപക്ഷെ ആ സംസ്ഥാനത്തിൻ്റെ താല്പര്യം ഇവിടെ ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് ശരത് പവാറിനെ പ്രകാശ് കാരാട്ട് അറിയിച്ചു എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും നിലവിൽ
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത അതൃപ്തി അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിലും AK ശശീന്ദ്രൻ രാജിവെക്കണം എന്ന ആവശ്യമാണ് പാർട്ടി മുന്നോട്ട് വെച്ചത്. പക്ഷേ അപ്പോഴും രാജിവെക്കാൻ AK ശശീന്ദ്രൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം രാജ്യസന്നദ്ധ അല്ലെങ്കിൽ രാജിക്കത്ത് ഇതുവരെ കൈമാറാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ദില്ലിയിലെത്തി ഇത്തരത്തിൽ നിർണായകമായ ചർച്ചകൾ നടത്തിയത്. ചർച്ച കഴിഞ്ഞ് മടങ്ങുമ്പോഴും നമ്മൾ തോമസ് കെ തോമസിനോട് ചോദിച്ചപ്പോൾ ഒരു ചർച്ചയും മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും സംസ്ഥാനത്തെ NCPയുടെ അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ CPM ദേശീയ കോർഡിനേറ്റർ തുടങ്ങിയ ആളുകൾ ഇന്ന് ഇവിടെ എത്തി ചർച്ച ചെയ്ത് തന്നെയാണ് കാര്യങ്ങൾ മടങ്ങിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ കൂടി നടക്കുന്ന ചർച്ചയിൽ ഒരു അന്തിമ തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. AK ശശീന്ദ്രൻ രാജിവെച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കടുത്ത നീക്കങ്ങളിലേക്ക് പോലും തോമസ് കെ തോമസ് കടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല ഈ ഘട്ടത്തിൽ. അരുൺ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് ഡൽഹിയിൽ നിന്നും തോമസ് കെ തോമസിനെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളുടെ കാര്യങ്ങൾ പ്രേക്ഷകരുടെ കാര്യങ്ങൾ വിശദീകരിച്ചത്.